ആയുർരേഖയെക്കുറിച്ച് നേരത്തെ 2 വീഡിയോ ഇട്ടിരുന്നു, അത് നോക്കിക്കോണേ. ഇനി ആയുർരേഖയുടെ ആരംഭത്തിൽ ഒരു ദ്വീപ് കാണുകയും ആയുർരേഖയിൽ ഇങ്ങനെ വെട്ടുവെട്ട് ചെറിയ ചെറിയ രേഖകൾ കാണുകയും ചെയ്താൽ ജന്മനാ തന്നെ ഊമയായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ അങ്ങനെയൊന്ന് കാണുമ്പോഴേ തുടക്കത്തിലെ നമുക്ക് ചികിത്സ നൽകാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ആയുർരേഖയിൽ ഒരു ദ്വീപും ബുദ്ധിരേഖയിൽ അതേ അളവിൽ ഒരു നക്ഷത്ര ചിഹ്നവും കാണുകയാണെങ്കിൽ തലച്ചോറിന് കുഴപ്പമോ അല്ലെങ്കിൽ അതേപോലെ തലച്ചോറിന് എന്തെങ്കിലും അസുഖങ്ങൾ എന്ന് കണക്കാക്കണം. സ്ത്രീയുടെ ആയുർരേഖയിൽ ദ്വീപ് ചിഹ്നം കാണുകയാണെങ്കിൽ ഗർഭപാത്രത്തിന്, അതായത് യൂട്രസ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. അതേ അളവിൽ ചന്ദ്രമണ്ഡലത്തിൽ ഒരു വലയടയാളവും കാണുകയാണെങ്കിൽ കൂടുതൽ കുഴപ്പമെന്ന് പറയണം. ആയുർരേഖ ഇങ്ങനെ വിട്ടുവിട്ട് അല്ലെങ്കിൽ അടുക്കടുക്കായൊക്കെ കാണുകയാണെങ്കിൽ അത് നല്ല ചിഹ്നമല്ല, ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കണം. രേഖ ഉത്ഭവിക്കുന്നത് ഈ ചൂണ്ടാണി വിരലിൻ്റെ അടിയിൽ കൈയുടെ വളരെ സൈഡിൽ നല്ല രീതിയിലാണെങ്കിൽ അത് കുഞ്ഞുനാളിൽ തൊട്ടേ നല്ല കരികളുള്ള കുട്ടികളായിരിക്കും. ഇവിടെ കയ്യിൽ, പ്രത്യേകിച്ചും ഇടത്തെ കയ്യിൽ ശുക്രമണ്ഡലത്തിൽ നിന്ന് ഒരു രേഖ ആയുർരേഖ കടന്ന് ശനിമണ്ഡലത്തിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ പ്രസവകാലത്ത് കുഴപ്പം സംഭവിക്കുമെന്ന് മനസ്സിലാക്കണം. അതായത് സിസേറിയനൊക്കെയുള്ള സാധ്യത. ആയുർരേഖ വ്യാഴമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും ഭാഗ്യരേഖ ശനിമണ്ഡലത്തിൽ ചെന്ന് നിൽക്കുകയും അതിൽ നിന്നൊരു ശാഖ വ്യാഴമണ്ഡലത്തിലോട്ട് പോവുകയും ചെയ്താൽ അതിഭാഗ്യമാണ്. ധനം, ഭൂമി ലാഭം, വാഹന ലാഭം, ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ, പാണ്ഡിത്യം ഇവയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ. ആയുർരേഖ വ്യാഴമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും ഭാഗ്യരേഖ മോതിരവിരൽ ചുവട്ടിലാണ് ചെന്ന് നിൽക്കുന്നതെങ്കിൽ വലിയ വലിയ വീടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പണിയിക്കും, ഭൂസ്വത്ത് വർദ്ധിക്കും. അത് 27 വയസ്സിന് ശേഷമായിരിക്കുമേ. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആയുർരേഖയിൽ നിന്നൊരു രേഖ വ്യാഴമണ്ഡലത്തിലെത്തിയാൽ നല്ല ഉദ്യോഗം, സ്ഥാനമാനം, ഉന്നത പദവി ഒക്കെ പറയാം. ആയുർരേഖയിൽ നിന്ന് ഒരു ശാഖ സൂര്യമണ്ഡലത്തിലെത്തി നിൽക്കുകയാണെങ്കിൽ കലാപരമായിട്ടൊക്കെ വളരെയധികം ഉന്നതി, കീർത്തി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആയുർരേഖ വിട്ടുവിട്ട് കാണുകയാണെങ്കിൽ ആ കലയിൽ വളരെയധികം സൂക്ഷിക്കണം. അങ്ങനെ വിട്ടുവിട്ട് കാണുന്ന ആയുർരേഖ ശുക്രമണ്ഡലത്തിലേക്ക് കയറി കണ്ടാൽ വളരെയധികം സൂക്ഷിക്കണം. ആയുർരേഖയിൽ നിന്നും കീഴ്പോട്ട് രേഖകൾ ഇറങ്ങിയാൽ ബഹുവിധ രോഗങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക നഷ്ടമൊക്കെ പ്രതീക്ഷിക്കണം. ആയുർരേഖയിൽ കരിമ്പുള്ളിയാണ് കാണുന്നതെങ്കിൽ എപ്പോഴും ഡിപ്രഷനുള്ള സാധ്യതയാണ്. ആയുർരേഖ മുറിഞ്ഞോ മങ്ങിയോ കണ്ടാൽ കഷ്ടകാലം, അല്ലെങ്കിൽ കഷ്ടതയാണ് ഫലം. ആയുർരേഖയുടെ അവസാനം ഇങ്ങനെ കീഴോട്ട് രേഖകൾ കാണുകയാണെങ്കിൽ ബലഹീനതയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ആ രേഖകൾ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ വളരെ നല്ല ഫലമായിരിക്കും. ആയുർരേഖ, ഹൃദയരേഖ, ബുദ്ധിരേഖ ഇവ മൂന്നും ഒന്നിച്ചാണ് പുറപ്പെടുന്നതെങ്കിൽ എപ്പോഴും ഇങ്ങനെ കലഹം ഉള്ള ഒരു സ്വഭാവം കാണും. പിന്നെ ആയുധങ്ങൾ കൊണ്ടൊക്കെ മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ആയുർരേഖ എന്ന ഒരു രേഖ ബുധമണ്ഡലത്തിലെത്തുകയാണെങ്കിൽ പല ഹസ്തങ്ങളിൽ പല ഫലങ്ങളാണ് പറയുന്നത്. എങ്കിലും പൊതുവായ ഫലം വ്യവസായത്തിലും ശാസ്ത്രരംഗത്തിലുമൊക്കെ വിജയം, വിദ്യാവിജയം ഇവയൊക്കെയാണ്. ആയുർരേഖയുടെ അവസാനം ശാഖയായിട്ട് ഒരു ശാഖ ചന്ദ്രമണ്ഡലത്തിലെത്തി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ജലയാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ആയുർരേഖ എന്നും മുൻപോട്ട് പോകുന്ന രേഖകളെല്ലാം തന്നെ സൗഭാഗ്യത്തിന്റെ ലക്ഷണങ്ങളാണ്. ആയുർരേഖ മങ്ങിയും ഭാഗ്യസൂര്യരേഖകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ വളരെ താഴ്ന്ന നിലയുള്ള ജീവിതം നയിക്കേണ്ടി വരുന്നവരായിരിക്കും. അതായത് ഒട്ടും ധനമൊന്നും കാണത്തില്ല, ദരിദ്രമായ ചുറ്റുപാടുകളായിരിക്കും. ആയുർരേഖ ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് നിന്നാൽ ഹൃദയത്തിന്റെ ആരോഗ്യം ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ഇങ്ങനെ കരിമ്പുള്ളി കാണുകയാണെങ്കിൽ, ആയുർരേഖയുടെ അവസാനം 2 ശാഖയായിട്ട് കാണുകയാണെങ്കിൽ വിദേശവാസം, വിദേശത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യത ഇവയൊക്കെയാണ് പറയേണ്ടത്. അതായത് ഇവർക്ക് ജന്മനാട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയില്ല. ആയുർരേഖ ഒരു കൈയിൽ വിട്ട് കാണുകയും മറു കൈയിൽ യോജിച്ച് കാണുകയും ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഫലം കുറയുമേ. അപ്പോൾ ദോഷം കുറഞ്ഞിരിക്കും. ആയുർരേഖ വിട്ട് കാണുന്നിടത്ത് ഒരു ചതുരചിഹ്നം കാണുകയാണെങ്കിൽ, അതായത് സ്ക്വയർ പോലെ കാണുകയാണെങ്കിൽ ആപത്തിൽ നിന്നും രക്ഷയാണ് ഫലം. 2 കൈയിലും ആയുർരേഖ വിട്ട് കാണുന്ന കാലയളവിൽ വളരെയധികം സൂക്ഷിക്കണം. ചെറു രേഖകൾ കാണുകയാണെങ്കിൽ അത് നിന്നുള്ള ആപത്തിൽ നിന്നുള്ള സംരക്ഷണയാണ്. ആയുർരേഖയിൽ വൃത്തം കാണുകയാണെങ്കിൽ കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 2 വൃത്തങ്ങളാണ് കാണുന്നതെങ്കിൽ ജന്മന അന്ധനായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ആയുർരേഖയോട് ചേർന്ന് ഒരു ചതുരചിഹ്നം ശുക്രമണ്ഡലത്തിൽ കണ്ടാൽ വെറുതെ ഇങ്ങനെ ഒരു അലസ മനോഭാവമായിരിക്കും. മടി എല്ലാത്തിനും, പിന്നെ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും, പിന്നെ ക്രിമിനൽ
ടെൻഡൻസിയൊക്കെ കാണും. ചിലപ്പോൾ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സമയം വെറുതെ കളയുന്നവരായിരിക്കും. രേഖയുടെ അവസാനം ഒരു ത്രികോണം കാണുകയാണെങ്കിൽ അവർ കള്ളം പറയുന്ന സ്വഭാവമായിരിക്കും. ഒരു കാപട്യം കാണും, എല്ലാ കാര്യത്തിലും കള്ളം പറയുകയും ചെയ്യുകയും. ആയുർരേഖയുടെ ആരംഭത്തിൽ ഒരു കുരിശ് കാണുകയാണെങ്കിൽ ബാല്യത്തിൽ ഗുരുതരമായ രോഗങ്ങളോ അല്ലെങ്കിൽ ആപത്തോ. ഇനി ആയുർരേഖയുടെ അവസാനത്തിൽ 2 കുരിശ് കാണുകയാണെങ്കിൽ നല്ലതാണ്, അത് ബുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. അന്ത്യത്തിൽ ഒരു കുരിശാണ് കാണുന്നതെങ്കിൽ ആയുർരേഖയിൽ ഭാഗ്യരേഖ വന്ന് മുട്ടുന്നത് നല്ലതാണ്. അപ്പോൾ കുടുംബവുമായിട്ട് നല്ല ജീവിതം നയിക്കും. ആയുർരേഖയിൽ ആരോഗ്യരേഖയുടെ ശാഖയോ ആരോഗ്യരേഖയോ മുട്ടുന്നത് അനാരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശുക്രമണ്ഡലത്തിൽ നിന്നും ആയുർരേഖ കടന്ന് വ്യാഴമണ്ഡലത്തിൽ ഒരു രേഖ എത്തുകയാണെങ്കിൽ വളരെ ഭാഗ്യമാണ്, അതായത് ആഗ്രഹ സാഫല്യം എന്നാണ് പറയുന്നത്. ശനിമണ്ഡലത്തിലെത്തിയാലും മഹാഭാഗ്യമാണ്. പക്ഷേ വേറെ രേഖകൾ മുറിച്ചു കിടക്കുകയാണെങ്കിൽ ഫലം കുറയും, അല്ലെങ്കിൽ ആ രേഖ കവരയാൽ നിന്നാൽ മറുഫലമാണ്, ദോഷമാണ്. അതുപോലെ ശുക്രമണ്ഡലത്തിൽ നിന്നൊരു രേഖ സൂര്യമണ്ഡലത്തിലെത്തിയാലും ബുധമണ്ഡലത്തിലെത്തിയാലും വളരെ നല്ല ഭാഗ്യലക്ഷണമാണ്. പക്ഷെ ഈ രേഖ നക്ഷത്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിൽ വളരെയധികം ദോഷമായിരിക്കും. അപ്പോൾ അടുത്ത ബന്ധുക്കളുടെ സുഹൃത്തുക്കളെയൊക്കെ ജാതകമൊന്ന് നോക്കി പരിഹാരങ്ങൾ ചെയ്യുന്നതും അവരോടൊന്ന് സൂക്ഷിക്കാൻ പറയുന്നതും നല്ലതാണ്. ആയുർരേഖ എന്നൊരു ശാഖ ചന്ദ്രമണ്ഡലത്തിലെത്തിയാൽ യാത്രയിലൊക്കെ വളരെയധികം സൂക്ഷിക്കണം, കുഴപ്പങ്ങൾ വരാം. ആയുർരേഖയുടെ ആരംഭത്തിൽ ഒരു രേഖ വട്ടം മുറിച്ചാൽ ബാല്യത്തിലും അവസാനത്തിൽ ഒരു രേഖ വട്ടം മുറിച്ചാൽ വാർദ്ധക്യകാലത്തും അനാരോഗ്യം ഫലം പറയണം. ആയുർരേഖയിൽ ദീപവും ആരോഗ്യരേഖ വളഞ്ഞു പൊളഞ്ഞും കാണുകയാണെങ്കിൽ ഡൈജഷൻ പ്രോബ്ലമും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തവും പിന്നെ ഭയങ്കരമായ ദേഷ്യക്കാരനും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. ആയുർരേഖ ചുവപ്പ് കലർന്ന നിറത്തിൽ കാണുന്നതാണ് നല്ലത്. നീല നിറത്തിൽ കാണുന്നത് അനാരോഗ്യമാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ആയുർരേഖ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ച് അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ അപ്പോഴേ ഒരു ജ്യോതിഷിയെ കാണുകയോ നമ്മുടെ ഗ്രഹനിലയൊന്ന് പരിശോധിക്കുകയോ ചെയ്തിട്ട് ദശാകാലമോ ചാരഫലമോ ഒക്കെ അനുകൂലമല്ലെങ്കിൽ അപ്പോൾ തന്നെ പരിഹാരങ്ങൾ ചെയ്താൽ ആപത്തുകൾ ഒഴിവാക്കാം. ഓം നമഃ ശിവായ.